ഹായ്, വെൽക്കം ബാക്ക് ടു അനീസ് ദ ബാക്ക് പാക്കർ. നമ്മളിപ്പോൾ തായ്ലൻഡിലേക്കുള്ള യാത്ര ഇവിടുന്ന് തുടങ്ങുകയാണ്. കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇപ്പോൾ ടെർമിനൽ 3 എന്നാണ് ഞങ്ങൾ സ്റ്റാർട്ടാക്കുന്നത്. നമ്മൾ തായ്ലൻഡിൽ പോകുന്ന മുമ്പ് എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതൊക്കെ ഞാൻ വീഡിയോയുടെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞുതരാം. കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട്. പക്ഷെ നല്ല പോലെ ക്രൗഡ് ഉണ്ട്. ഇപ്പോൾ ഞങ്ങൾ ഫ്ലൈറ്റ് 10 മണിക്കുള്ള എയർ ഏഷ്യയാണ്. ഒരു 2-3 മണിക്കൂർ മുമ്പ് നമ്മൾ ചെക്ക് ഇൻ ചെയ്യണം. അപ്പോൾ ഇപ്പോൾ സമയം എത്ര? 6 സമയമായിട്ടുള്ളൂ. അപ്പം എൻ്റെ കൂടെ ഉള്ളത് സുഗീഷാണ്. അപ്പം നമ്മളെ വീഡിയോ ഈ തായ്ലാൻഡ് സീരീസ് ഈ ചങ്ങായി നമ്മളെ കൂടെ തന്നെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മൾ എയർപോർട്ടിനുള്ളിൽ കയറിയിട്ടുണ്ട്. ടെർമിനൽ 3 നമ്മൾ കയറുമ്പോഴത്തേനുള്ള ഒരു ലുക്കാണിത്. അപ്പോൾ ഞങ്ങൾക്ക് ആദ്യം കറൻസി എക്സ്ചേഞ്ച് ചെയ്യണം. ഞങ്ങൾ ആലുവ വന്നിട്ട് എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ ട്രൈ ചെയ്തു, പക്ഷേ എവിടെയും സ്റ്റോക്ക് ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പുറത്ത് എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ കുറച്ച് റേറ്റ് കുറഞ്ഞ് കിട്ടും വിചാരിച്ചിട്ടാണ് നോക്കിയത്. ഇനിയിപ്പോൾ എയർപോർട്ടിൽ നിന്ന് തന്നെ ഫസ്റ്റ് നമുക്ക് അവിടെ ഷോ മണി കാണിക്കണം. പിന്നെ വിസയ്ക്കുള്ള ഫീസ് എത്ര? 1000 അല്ലേ? 1000 ബാത്ത്, അതായത് ഇവിടുത്തെ 2300 സംതിങ് ഉണ്ടാവും. അപ്പോൾ എയർപോർട്ടിൻ്റെ ഫസ്റ്റ് നമ്മൾ കയറുമ്പോൾ ലോബിയിൽ ഇങ്ങനെ നമ്മുടെ കേരളത്തിൻ്റെ കൾച്ചറും കാര്യങ്ങളൊക്കെ കാണിക്കുന്ന ആനകൾ തൃശ്ശൂർ പൂരത്തിന് നിൽക്കുന്ന പോലെ. എടാ, ബാഗ് വെയിറ്റ് ഇല്ലല്ലോ. ഇപ്പം എൻ്റെ ബാഗ് അത്യാവശ്യം വെയിറ്റ് ഉള്ളതുകൊണ്ട് ഞാനിപ്പോൾ എൻ്റെ ബാഗ് 4 കിലോ ഉള്ളതുകൊണ്ട് ബാക്കി ഓനെ ഏൽപ്പിക്കുകയാണ്. അപ്പോൾ അവിടെ ഫസ്റ്റ് ഞങ്ങൾ എത്തിയിട്ട് ഞങ്ങളിപ്പോൾ ക്യാഷ് എക്സ്ചേഞ്ച് ചെയ്യുകയാണ്. നമ്മുടെ കയ്യിൽ എന്തായാലും അവിടെ കാണിക്കാൻ ഷോ മണി കാണാൻ ഒരു 10,000 ബാത്താണ്. പിന്നെ അത് ചിലപ്പോഴേ ചോദിക്കുള്ളൂ, അല്ലാന്നുണ്ടെങ്കിൽ നമ്മളെന്തായാലും വിസയ്ക്ക് ഒരു 1000 ബാത്ത് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ കയറുമ്പോൾ തന്നെ കുറേ ഇങ്ങനെ എക്സ്ചേഞ്ച് ചെയ്യുന്ന സാധനമുണ്ട്. ഞങ്ങൾ ആദ്യം ഫെഡറൽ ബാങ്കിൽ ചോദിച്ചപ്പോൾ 8400 25,000 ഇന്ത്യൻ റുപ്പീസ് മാറ്റുമ്പോൾ കിട്ടുന്നത്. പിന്നെ ഇത് എബിക്സ് ക്യാഷാണ്. ഇവിടെ ചോദിച്ചപ്പോൾ 9,500 സംതിങ് ഉണ്ട്. അപ്പം ഞങ്ങളിപ്പോൾ ഇവിടുന്ന് മാറ്റുകയാണ്, പുറത്തുനിന്ന് കിട്ടാത്തതുകൊണ്ടാണ്. അവിടെ മാറ്റാൻ നമ്മൾ പാസ്പോർട്ട്, പാൻ കാർഡ്, പിന്നെ ടിക്കറ്റ്. അപ്പോൾ എക്സ്ചേഞ്ച് ചെയ്യാൻ പാൻ കാർഡ് മസ്റ്റാണ് അവിടെ പറയുന്നത്. അപ്പോൾ 25,000 ഇന്ത്യൻ റുപ്പീസ് കൊടുത്തിട്ട് കിട്ടിയ തായ് ബാത്താണ്. നമ്മൾ ചെക്കിനൊക്കെ കഴിഞ്ഞിട്ട് നേരെ ഉള്ളിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഡ്യൂട്ടി ഫ്രീ ഷോപ്പാണ്. കാണിച്ചാൽ എന്തൊക്കെയല്ലാണ് നോക്കി കാണി. അപ്പോൾ സെക്യൂരിറ്റി ചെക്കിനൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിപ്പോൾ ഉള്ളിൽ കയറിയിട്ടുണ്ട്. ഡാ, എവിടെ അധികം സംസാരിക്കുക, ട്രിപ്പ് കഴിയുമ്പോൾ നന്നായിട്ട് വർത്തമാനം പറഞ്ഞാൽ. അതിന് മുമ്പിൽ കുറേ ഡ്യൂട്ടി ഫ്രീ ഷോപ്പും കാര്യങ്ങളൊക്കെയാണ്. അത്യാവശ്യം നല്ല രീതിയിൽ വെയിറ്റ് ചെയ്തു നമ്മുടെ ഇമിഗ്രേഷനിലൊക്കെ. പക്ഷേ സെക്യൂരിറ്റി ചെക്കിന് വലിയ റിസ്ക് ഒന്നും ഉണ്ടായിരുന്നില്ല, പെട്ടെന്ന് തന്നെ കഴിഞ്ഞു. ഇതിൻ്റെ ഒരു ഉള്ളിലത്തെ വ്യൂ കാണിച്ചുതരാം. ഇവിടെയൊക്കെ ഡ്യൂട്ടി ഫ്രീ ഷോപ്പുകളാണ്. നമ്മളെന്തായാലും പൈസ സ്പെൻഡ് ചെയ്യാനല്ലല്ലോ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ ബാങ്കോക്ക് എയർപോർട്ടിൽ ഇറങ്ങിയിട്ടുണ്ട്. എല്ലാം ചെക്കിങ്ങും ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തിറങ്ങി. ഇനിയിപ്പോൾ ഫസ്റ്റ് ആയിട്ട് നമുക്ക് സിമ്മാണ് എടുക്കാനുള്ളത്. തായ് ബാത്ത് എന്തായാലും എക്സ്ചേഞ്ചൊക്കെ ചെയ്തിട്ടുണ്ട് നമ്മൾ കൊച്ചിയിൽ തന്നെ. ഇവിടെ സമയം നല്ല ഡിഫറൻസ് ഉണ്ട്, അതായത് 1.5 മണിക്കൂർ എന്തോ ഡിഫറൻസ് ഉണ്ട്. ഇപ്പം എൻ്റെ വാച്ചിലുള്ള സമയം 4:15, പക്ഷെ ക്ലോക്കിൽ 6 മണിയായിട്ടുണ്ട്. ഇനി നമുക്ക് എന്തായാലും ഒരു സിം എടുക്കണം. നമ്മുടെ സിം കാർഡ് വർക്ക് ചെയ്യില്ലല്ലോ, ഇന്ത്യൻ സിം കാർഡുകളൊന്നും. അപ്പോൾ ഇവിടെ നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞ ഉടനെ ഇഷ്ടംപോലെ ഓപ്പറേറ്റേഴ്സിൻ്റെ സംഭവമാണ് കാണുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പം DTACൻ്റെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള DTAC, ട്രൂ 5G, പിന്നെതാ ഇപ്പം 2 ഇവിടെ തുറന്ന് കാണുന്നേ ഉള്ളൂ. ട്രൂ 5Gയുടെ അവിടെയുണ്ട്.
plan. Hi. 3 days. 8 days. 8 days വേണല്ലോ. This one week unlimited with free call to India 30 minutes. അപ്പോൾ നമ്മൾ DMK എയർപോർട്ടിൽ നിന്ന് പുറത്തിറങ്ങിയപ്പം മുകളിൽ കൂടെ മെട്രോ പോകുന്നുണ്ട്. പിന്നെ ഇതുപോലെ ഇവിടെ ബസ്സുണ്ട്. ഞങ്ങൾക്ക് ബുക്ക് ചെയ്ത ഹോട്ടല് സുവർണഭൂമി എയർപോർട്ടിന് അടുത്താണ്. അപ്പോൾ അങ്ങോട്ട് ബസ്സിലാണ് പോകാനുള്ളത്. എനിക്ക് വിൻഡോ സീറ്റാണോ? അവർ പറഞ്ഞെന്താ അറിയോ, അവിടെ പോയിട്ട് ടാക്സി വിളിക്കേണ്ടി വരും. അവിടെ അടുത്തായിരിക്കും. അപ്പോൾ എയർപോർട്ടിൽ നിന്ന് ഞങ്ങൾ ഹോട്ടലിലേക്ക് ടാക്സി വിളിച്ചിട്ടുണ്ട്. ഇവിടെ അത്യാവശ്യം നല്ലപോലെ ബാർഗെയിൻ ചെയ്തിട്ടൊക്കെ പോകണം കേട്ടോ. ഒന്നാമത് ഇവരധികം തായ് ലാംഗ്വേജിൽ മാത്രമേ സംസാരിക്കുന്നുള്ളൂ. ഞങ്ങളുടെ 35 ബാത്താണ് മിനിമം ചാർജ് പറഞ്ഞത്. പിന്നെ ഓരോ കിലോമീറ്ററിന് 3 ബാത്തായിട്ട്. ആദ്യം 200 ബാത്ത് പറഞ്ഞു, പിന്നെ 100 ബാത്ത്, അങ്ങനെയൊക്കെയാണ്. New Mister. New meter. 1 kilometer 3 baht. But now 35 ബാത്ത്. 1 kilometer 2 baht. Now. അങ്ങനെ You see? 1 kilometer 2 baht. ഇവിടെ റോഡിലൊക്കെ ഇവര് രാജാവിന്റെ ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ട്. You go to near 100 baht, 80 baht. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനീസ് ദ ബാക്ക് പാക്കർ. നമ്മളിപ്പോൾ തായ്ലാൻഡിലാണ്. ഇന്നിപ്പോൾ രാവിലെ ഞാൻ DMK എയർപോർട്ടിലെത്തി. എന്നിട്ട് അവിടുന്ന് സുവർണഭൂമിയുടെ അടുത്താണ് ഹോട്ടൽ ബുക്ക് ചെയ്തിരുന്നത്. അപ്പോൾ ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുള്ളത് ഒരു ഹോസ്റ്റലാണ്. വെറും 200 ബാത്തിനാണ് ഒരു ബെഡ്. അതിൻ്റെ കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. DMK എയർപോർട്ടിൽ ഇറങ്ങിയപ്പം ഡോൺ മുയോങ് ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ് DMK. നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്ന മിക്ക ഫ്ലൈറ്റുകളും അവിടേക്കാണ് വരുന്നത്. അപ്പം അവിടെ ഇറങ്ങിയിട്ട് ഞങ്ങൾ കാര്യങ്ങളെല്ലാം ചെക്കിങ്ങും ബോർഡിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഇറങ്ങിയപ്പോൾ ഷട്ടിൽ ബസ് കിട്ടി. ഫ്രീ ഷട്ടിൽ ബസ്സസ് ആണ് അത്. അവിടുന്ന് സുവർണഭൂമി ഞങ്ങൾ ബുക്കിംഗ് അവിടെയാണ് ക്രാബി പോകണമെന്ന് പറഞ്ഞപ്പോൾ ഫ്രീ ഷട്ടിൽ സർവീസ് അവരൊരു സ്റ്റിക്കർ ഇവിടെ വെച്ചിട്ട് ഇങ്ങോട്ട് കൊടുന്ന്. പിന്നെ ഇവിടെ ഞങ്ങൾ ഇന്നലെ ആദ്യം ബുക്ക് ചെയ്തിരുന്ന ഹോട്ടലിൽ ഇവിടെ ചെറിയ ഇഷ്യൂസ് എന്താ വെച്ചാൽ ഉച്ചയ്ക്ക് 12 മണിക്കാണ് ചെക്ക് ഇൻ ടൈം. അപ്പോൾ നമ്മളതിന് മുമ്പ് വന്നിട്ട് ചെക്ക് ഇൻ ചെയ്യുകയാണെങ്കിൽ 200 ബാത്ത് എക്സ്ട്രാ കൊടുക്കണം. അപ്പോൾ ഞങ്ങൾ ക്യാൻസൽ ചെയ്തിട്ട് അതിൻ്റെ അടുത്ത് തന്നെ ഓയോയുടെ ഒരു ഹോസ്റ്റലിലാണ് ഇപ്പോൾ റൂം എടുത്തത്. പിന്നെ ഇനി സഫാരി പാർക്കും മറൈൻ വേൾഡും ഒക്കെയാണ് കാണുന്നത്. അപ്പോൾ എന്തായാലും ഞങ്ങൾ റൂമിൽ നിൽക്കുന്നില്ല. അപ്പം അതിന് വേണ്ടിയിട്ട് അത്ര ബാത്ത് ചിലവാക്കിയിട്ട് എടുക്കുന്നില്ല. ഒരു 200 ബാത്തിനുള്ള റൂം എടുത്തിട്ടുണ്ട്. അതിൻ്റെ കാഴ്ച കാണിച്ചു തരാം. അതിന് പുറത്തുനിന്നുള്ള വ്യൂ തന്നെ കാണിച്ചു തരാം. ഇതാ ഇപ്പം അവിടെ നിന്ന് നമ്മൾ കയറി വന്നിട്ടുള്ള കോറിഡോറിൽ തന്നെ നമുക്ക് കുറച്ച് സ്റ്റോറേജ് സ്പേസസ് കാര്യങ്ങളുണ്ട്. പിന്നെ ഒരു റൂമിൽ ഇതൊക്കെ റൂംസ് ആണ്, ഹോസ്റ്റല് ഡോർമിറ്ററി ടൈപ്പ്. അപ്പം ഞങ്ങൾ 406 കിട്ടിയത്. ഇതിൽ 4 ബെഡ് ഉണ്ട്, ഒരു ഡൗണ് പിന്നെ അപ്പർ ബെഡ്. ഇപ്പോൾ ഒരു ബെഡിന് 200 ബാത്താണ്. അതിൽ തന്നെ നമുക്ക് ലോക്കർ റൂമൊക്കെ ഉണ്ട്. പിന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു മിനി ഫ്രിഡ്ജ് ഉണ്ട്. പിന്നെ കബോർഡ് കാര്യങ്ങളുണ്ട്, മിറർ, TV, AC റൂംസ് ആണ്. പിന്നെ ബാത്റൂമും നമ്മൾ 200 ബാത്തിനുള്ള സംഭവമൊക്കെ ഉണ്ട്. അത് നമുക്കിപ്പോൾ ജസ്റ്റ് ഫ്രഷ് അപ്പ് ആവുന്നേ ഉള്ളൂ. എന്നിട്ട് നമ്മളിപ്പം സൈറ്റ് സീയിങ്ങിന് പുറത്തിറങ്ങാണ്. പിന്നെ ചെറിയൊരു ബാൽക്കണി ഉണ്ട്. ബാൽക്കണി എന്നുള്ള വ്യൂ അവിടെ എന്തോ ഫാമിങ് എന്തോ സാധനമുണ്ട്. സുവർണഭൂമി എയർപോർട്ടിൻ്റെ അടുത്താട്ടോ ഇപ്പോൾ ഈ റൂം എടുക്കുന്ന ഫ്ലൈ ഓവർ. പിന്നെന്താ ഇവിടെ ചെറിയൊരു പഗോഡ. അപ്പം ഞങ്ങൾ എന്തായാലും സഫാരി പാർക്കിൽ പോവുകയാണ്. കുറച്ച് നേരത്തെ പോകണം. ഇന്നലെ ഉറങ്ങിയിട്ടൊന്നുമില്ല, പക്ഷെ റെസ്റ്റ് എടുക്കുന്നില്ല. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ടൈം വേസ്റ്റ് ആവും.
അപ്പം സഫാരി പാർക്കിന്റെ കാഴ്ചകൾ കാണാം. പിന്നെ ബാങ്കോക്കിൽ എങ്ങനെയാണ് വരേണ്ടത്, വിസ പ്രോസസ്സൊക്കെ നമ്മൾ പിന്നെ ഒരു ഫ്രീ ആയിട്ട് ഇരിക്കുമ്പോൾ ഒരു വീഡിയോ ചെയ്തിടുന്നതാണ്. അപ്പോൾ പോവല്ലേ സുഖി, പോവാം. ഞങ്ങളപ്പോൾ ചെറിയൊരു ക്യാമറ ഇടാനുള്ള ബാഗ് മാത്രം എടുക്കുന്നേ ഉള്ളൂ. ഫുഡൊന്നും കഴിച്ചിട്ടില്ല, വെള്ളം പോലും ഒന്നും കുടിച്ചിട്ടില്ല. ഇവിടെ വെള്ളത്തിന് നമ്മൾ നാട്ടിലത്തെ പോലെ ഒന്നും അല്ല, ഒന്നും കിട്ടാൻ ഭയങ്കര പാടാണ്. ഫ്ലൈറ്റിൽ നിന്ന് ഫ്രീ ബോട്ടിൽ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഇതുവരെ ഒന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ സഫാരി പാർക്കിൽ കാണാം അല്ലേ. ഇവിടെ ഫ്രീ ബ്രേക്ക്ഫാസ്റ്റ് ആണ്, രാവിലെ 7 മുതൽ 10 മണി വരെ. പേരെന്താടാ? എൻ്റെ പേര് സുഖീഷ്. എൻ്റെ പേരല്ല ഇത്. ബ്രെഡ് ഓംലെറ്റ് ഉണ്ട്. ഇതൊന്ന് സാധനം പിന്നെ റൈസ് ഉണ്ട്. ഞാനിങ്ങനെ എത്തി നോക്കുന്നുണ്ടല്ലോ. കൂടുതൽ എടുക്കുന്നുണ്ടോന്ന് പറയാൻ എനിക്കും കൂടെ. അത് അത്യാവശ്യം കുഴപ്പമില്ല കേട്ടോ. നമ്മൾ 200 ബാത്തിന് ബ്രേക്ക്ഫാസ്റ്റ് വിത്ത് അല്ലേ. അതെന്താ? അത് ബ്രെഡ് അല്ല, കുറച്ച് ടേസ്റ്റ് ഉണ്ടാവും. ടേസ്റ്റ് ഉണ്ടെങ്കിൽ കിട്ടാൻ മതിയല്ലോ. അപ്പൊ ഞങ്ങള് ബസ്സടാ. ഇവന് ഡയറക്ഷൻ ഒന്നും അറിയാത്തതുകൊണ്ട്, പിന്നെ ആൾക്കാരോടൊന്നും ചോദിച്ചിട്ട് അവർക്കൊന്നും അറിയാത്തതുകൊണ്ട് ഞങ്ങളിപ്പോൾ ഗ്രാബ് ടാക്സി എന്ന ആപ്പ് വഴി ബുക്ക് ചെയ്തു. ഇപ്പോൾ വെയിറ്റ് ചെയ്യാണ്. എത്ര കാണിക്കണേ? അപ്പോൾ ഗ്രാബ് ടാക്സിയിൽ ബുക്ക് ചെയ്തിട്ടുള്ള ടാക്സി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എവിടെ ലൊക്കേഷനിലാണോ ബുക്ക് ചെയ്തത് അവിടെ ടാക്സി വന്ന് നമ്മളെ പിക്കപ്പ് ചെയ്യും. ഞങ്ങളിപ്പോൾ സഫാരി വേൾഡിൽ പോവാണ്. ഇവിടെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ എങ്ങനെയാണെന്ന് അറിയാത്തതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യണത്. കാരണം ഇന്നിപ്പോൾ രാവിലെ എത്തിയിട്ടുള്ളൂ, ഒന്നിനെ കുറിച്ചൊരു ഐഡിയ ഇല്ല. പിന്നെ ആരോട് ചോദിച്ചിട്ടും അവർക്കൊന്നും അറിയുന്നില്ല. ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ തന്നെ അവർ തായിൽ മാത്രമേ സംസാരിക്കുന്നത്. ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ തന്നെ നോ 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 എന്നൊക്കെ പറയണം. അപ്പോൾ എന്തായാലും അവിടെ പോയിട്ടുള്ള കാഴ്ചകൾ കാണാം.